ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ജരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ 23 ഗുരുവായൂർ ശ്രീലകത്ത് ഉണ്ണിക്കണ്ണൻ സ്വർണ്ണ ഊഞ്ഞാലിൽ വലതു കൈയിൽ വെണ്ണയും ഇടത് കൈയിൽ ഊഞ്ഞാൽ വള്ളിയിൽ മുറുകെ പിടിച്ചും പൊന്നോടക്കുഴൽ അരയിൽ തിരികെ വെച്ചും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. ആ ഉണ്ണിക്കണ്ണനെ കുറിച്ച് നമുക്കൊരു കഥ കേട്ടാലോ? കേവലം 150 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. ശ്രീകൃഷ്ണ ഭക്തനായ ഒരു മഹാത്മാവിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ബദ്രീനാഥനെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. കാലം കുറെ കഴിഞ്ഞു. അദ്ദേഹത്തിന് വയസ്സായി. ഒരു ദിവസം അദ്ദേഹത്തിന് ബദ്രിയിൽ പോകാൻ അവസരം ലഭിച്ചു. വളരെ കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം നടന്ന് ആഹാരവും ഉറക്കവും ഇല്ലാതെയായിരുന്നു യാത്ര. എന്നാൽ ഈ കഷ്ടത ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിച്ചില്ല. മനസ്സ് മുഴുവൻ അദ്ദേഹം കേട്ട ബദ്രീഷിന്റെ കഥകളിൽ മുഴുകി. വഴിയിൽ മുഴുവൻ അതെല്ലാം കണ്ണനോട് പറഞ്ഞുകൊണ്ടായിരുന്നു യാത്ര. അവസാനം അദ്ദേഹം ബദ്രിയിലെത്തിയപ്പോൾ രാത്രിയായി. അവിടെ അദ്ദേഹം കണ്ടത് മന്ദിർ പൂട്ടിയിറങ്ങുന്ന പൂജാരിയെയാണ്. ബദ്രിയിൽ 6 മാസം മാത്രമേ പൂജയ്ക്കായി തുറക്കുകയുള്ളൂ. പൂജ കഴിഞ്ഞ് നട പൂട്ടിയാൽ 6 മാസം കഴിയാതെ തുറക്കില്ല. അങ്ങനെ നട പൂട്ടി ഉറങ്ങുന്ന സമയമാണ് അദ്ദേഹം അവിടെ എത്തിയത്. ആ ഭക്തൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പൂജാരിയുടെ കാൽക്കൽ വീണു. ഒന്ന് തുറന്നു തരൂ, ഒരു നിമിഷം മാത്രം ഭഗവാനെ ഒന്ന് കാണാൻ അനുവദിക്കണം എന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. പക്ഷേ നടയടച്ചാൽ 6 മാസം കഴിയാതെ തുറക്കാൻ പാടില്ല എന്നത് അലംഘനീയമായ നിയമമാണ്. പൂജാരി ആ ഭക്തനെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറെയേറെ ശ്രമിച്ചു. എന്നാൽ ഭക്തൻ തന്റെ എല്ലാ കാര്യങ്ങളും പൂജാരിയോട് പറഞ്ഞു. ഇനി 6 മാസം കഴിഞ്ഞു വരും എന്ന് പറയാതെ എനിക്ക് ആ നടയൊന്ന് തുറന്നു തരൂ. ഇത് കേട്ട് സഹതപിക്കാനല്ലാതെ പൂജാരിക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റ് മുൻപ് വന്നിരുന്നെങ്കിൽ അങ്ങേക്ക് ദർശനം ലഭിക്കുമായിരുന്നു. ഇനി അങ്ങ് 6 മാസം കഴിഞ്ഞു വരും, അതുമാത്രമേ നിവർത്തിയുള്ളൂ. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ 6 മാസം എവിടെയും തങ്ങാനും സാധ്യമല്ല. അദ്ദേഹത്തെ ഈ രാത്രിയിൽ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് നാളെ രാവിലെ നല്ല വാക്കു പറഞ്ഞ് തിരിച്ചയക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പൂജാരി അസ്വസ്ഥനായി. എന്നാൽ ആ കൃഷ്ണഭക്തൻ എന്തു ചെയ്യുമെന്നറിയാതെ ഉറക്കെ കരഞ്ഞുകൊണ്ട് നിസ്സഹായനായി ബദ്രീനാഥന്റെ മുമ്പിൽ കുഴഞ്ഞു വീണു. അദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് ഒരാട്ടിടയൻ അവിടെ ഓടിയെത്തി. അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ച് അടുത്തുള്ള തന്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ കാലും മുഖവും കഴുകിച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് ആ ഭക്തന്റെ കാൽ തടവി കൊടുത്തുകൊണ്ട് കാൽക്കലിരുന്ന് വിശേഷങ്ങൾ ചോദിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് ആ ബാലൻ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട. ഇവിടുത്തെ പൂജാരി മഹാദയാലുവാണ്. അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി തീർച്ചയായും നാളെ രാവിലെ അങ്ങയ്ക്ക് വേണ്ടി നട തുറക്കും. തീർച്ചയാണ്. സമാധാനമായി ഉറങ്ങൂ. ഇതു കേട്ട ആ ഭക്തൻ പറഞ്ഞു, എന്റെ കൃഷ്ണൻ വന്നു പറഞ്ഞതുപോലെ ആശ്വാസം തരുന്നു എനിക്ക് നിന്റെ വാക്കുകൾ. പക്ഷേ കുഞ്ഞെ, എനിക്ക് നാളെ ഭഗവാനെ കാണുന്നത് വരെ ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കണ്ണീരോടെയുള്ള ആ ബാലൻ അത് കണ്ടു നിൽക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാൻ സാധിച്ചില്ല. പക്ഷേ ആ ബാലന്റെ കണ്ണുകൾ വികസിച്ചു. കൃഷ്ണനോ? അതാരാണ്? അങ്ങയുടെ മകനാണോ? കുഞ്ഞെ, എല്ലാവർക്കും നാഥനായ കൃഷ്ണനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? മായാ മനുഷ്യബാലനായി ഭൂമിയിൽ അവതരിച്ച് ഊഞ്ഞാലാടി വെണ്ണ കട്ടു തിന്നും സുന്ദര ലീലകളാടിയ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കുറിച്ച്. സ്വാമി, ഈ കാട്ടിൽ കഴിയുന്ന എനിക്ക് ഇതെല്ലാം ആര് പറഞ്ഞു തരാനാണ്? അങ്ങക്ക് വിഷമമില്ലെങ്കിൽ ഉറക്കം വരുന്നതുവരെ എനിക്ക് ആ കൃഷ്ണ കഥകൾ പറഞ്ഞു തരൂ. അത് കേട്ട് അദ്ദേഹം സന്തോഷത്തോടെ കണ്ണന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി. കഥകൾ ആസ്വദിച്ചു കേട്ട ആ ബാലൻ കൃഷ്ണകഥകളിൽ മുഴുകി. കൃഷ്ണനായി മുന്നിൽ നിൽക്കുന്നത് പോലെ ആ ഭക്തൻ അനുഭവപ്പെട്ടു. രണ്ടുപേരും പരമാനന്ദത്തിൽ മുങ്ങി. നേരം ഒരുപാടായി. നേരം പുലർന്നു.
രണ്ടുപേരും ആ രാത്രി ഉറങ്ങിയില്ല. കുളിയും വന്ദനവും കഴിഞ്ഞ് അദ്ദേഹം ഇടയബാലൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോയി നോക്കാം എന്ന് കരുതി പുറപ്പെട്ടു. ബാലൻ അദ്ദേഹത്തെ നമസ്കരിച്ചു ആടുമേയ്ക്കാൻ പോയി. ക്ഷേത്രത്തിലെത്തിയ ആ മഹാത്മാവ് അത്ഭുതപ്പെട്ടു. 6 മാസം കഴിഞ്ഞേ നട തുറക്കൂ എന്ന് പറഞ്ഞ ക്ഷേത്രനട തുറന്നിരിക്കുന്നു. വീണു നമസ്കരിച്ചു. എത്ര കാലമായി ആഗ്രഹിച്ച ആ പുണ്യ ദർശനം! ആത്മാവാനന്ദത്താൽ എല്ലാം വിസ്മരിച്ച് കുറേ സമയമിരുന്നു. ആനന്ദത്തിൽ നിന്നും ഉണർന്ന അദ്ദേഹം പൂജാരിയുടെ മുന്നിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പരമകാരുണ്യത്താൽ എന്റെ ചിരകാല അഭിലാഷം സാധിച്ചു. ഇനിയും 6 മാസം വന്ന് അത് കഴിഞ്ഞ ദർശനം എന്നത് സാധിക്കാത്ത കാര്യമാണ്. പൂജാരി അത്ഭുതത്തോടെ ചോദിച്ചു, അങ്ങ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 6 മാസം അങ്ങ് എവിടെയായിരുന്നു? ഞാൻ ഇക്കാലമൊക്കെയും അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുകയായിരുന്നു. 6 മാസം കഴിഞ്ഞ് വന്ന് നട തുറന്ന ഈ ദിവസം തന്നെ കൃത്യമായി എങ്ങനെയാണ് അങ്ങ് ഇവിടെ എത്തിയത്? എന്ത്? ഞാൻ ഇന്നലെ വൈകിട്ടല്ലേ ഇവിടെ നിന്നും പോയത്? വിഷമിച്ചു തളർന്നു വീണപ്പോൾ ഇടയബാലൻ വന്നതും ഭക്ഷണം തന്ന് സൽക്കരിച്ചതും പുലരും വരെ കൃഷ്ണകഥകൾ പറഞ്ഞിരുന്നു. രാവിലെ ആ ബാലൻ പറഞ്ഞതനുസരിച്ച് ഇന്നിവിടെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയതാണ്. ഈ കഥകളെല്ലാം ഇപ്പോഴും എന്റെ കാതുകളിലുണ്ട്. ഇങ്ങനെയുള്ള ആ ഭഗവതോത്തമന്റെ വാക്കുകൾ കേട്ട പൂജാരി അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. ആ പ്രദേശത്ത് അങ്ങനെ ഒരു ഗുഹയോ ഇടയ ബാലനോ ഇല്ലായിരുന്നു.